ഓക്കെ ഓക്കെ. ചുമ്മാ നീ കൂട്ടിനെസ് കാണിക്കല്ലേ. എന്ത് ഇനി ഞാൻ തടിക്കായിരുന്ന സമയത്ത് ഞാനാണ് വലിയ സ്ലിപ്പൂട്ടി വന്നിരിക്കുന്നു. നല്ല അടിക്കുന്നേന. അപ്പൊ ഞാൻ അത് ആലോചിച്ചിട്ട് അങ്ങനെ അടിക്കും. ഇങ്ങനെ ചോദിച്ചാല് അടുത്തത് ഇത് പറയാൻ എന്തത്ര പ്രയാസം? എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എന്താണ് പണപ്പെട്ടിനകത്ത് എടുക്കുന്നത്? കുഞ്ഞിലെ ഔക്കാന്റെ മോളാ ബാപ്പാന്റെ സ്വർണ്ണ കനിയാന്ന്. ഞാൻ നന്ദിനിയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, നമ്മൾ വീണ്ടും എക്സാമിന് പോവുകയാണ്. നമുക്ക് ഏത് എക്സാം ആണ്? TPM എക്സാം ആണ്. അത് ലോകത്തില്ലാത്തൊരു സബ്ജക്റ്റ് ആണത്. നമ്മൾ 9 പേര് മാത്രമേ എക്സാം എഴുതുന്നുള്ളൂ. വെറുതെയാണ്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി നമ്മൾ പഠിക്കുന്നത്. ഇതിന് സിലബസ് മാത്രമേ ഉള്ളൂ. ഇതൊരു വൃത്തിയായിട്ട സബ്ജക്റ്റ് ആണ്. എന്തിനു എഴുതുന്നതിന് നമുക്ക് ആർക്കും അറിയില്ല. എല്ലാം നോക്കിയാലും എല്ലാം ഒരേപോലെ. എല്ലാത്തിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒരേപോലെ. അതുകൊണ്ട് ഒരു തള്ളാന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പോണത്. എല്ലാം ഗ്യാസ് ആണ്. അപ്പൊ ഞാൻ തള്ളിയാ മതിയല്ലോ. അതാണ് നമ്മള് പേപ്പർ വെക്കുന്ന സാറാണ്. അപ്പൊ സാറ് പറഞ്ഞു എല്ലാം ഗ്യാസ് ആണ്, ഗ്യാസ് ഉള്ളതാണെങ്കിൽ എല്ലാം അങ്ങ് തള്ളി വിട്ടാത്. നമ്മള് വിചാരിച്ചു അങ്ങനെ എഴുതാന്ന് വിചാരിച്ചു. ഓൾറെഡി നമ്മൾ തള്ളും. അതിന്റെ കൂടെ ഒത്തുകൂടെ തള്ളാന്ന് വിചാരിച്ചു. സാറിന്റെയും കൂടെ ഇത് കിട്ടിയാ പിന്നെ സന്തോഷമായില്ലേ? ഇനി അതിൽ കൂടുതൽ എന്തിനു വേണം? യൂണിവേഴ്സിറ്റി നോക്കുന്നത് ധൈര്യമായിട്ട് എനിക്ക് മക്കളെ ഞാൻ എല്ലാം നോക്കി. അതിൽ കൂടുതൽ ഒരു കുട്ടികൾക്ക് എന്തിനു വേണം? അല്ലേ അല്ലേ അല്ലേ. അതാണ് ഗൈസ്, നമ്മൾ ബസ് സ്റ്റോപ്പിലാണ്. എത്തിക്കാണ്. നമ്മള് എന്തിനാണ്? പാവപ്പെട്ട പിള്ളേരാണ്. പാവപ്പെട്ട പിള്ളേർക്ക് ചോദിച്ചു ഇവൾ ഇന്ന് കറുത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവള് ബ്രഷ് ഇട്ടില്ല. ബ്രഷ് ഇടാത്ത അവൾ എന്ന് ഇവിടെയാണ് ബ്രഷ്. ഇന്ന് അവള് പതിമാനം കാണിക്കാൻ വേണ്ടി ഇവിടെ അയ്യോ കൈ കഴിക്കുന്നു. ഇവിടെ ഞാനും ഇവിടെ ഉള്ളൂ. മൈതാനം ബസ് സ്റ്റോപ്പിൽ ഇത്രയും ആൾക്കാരുണ്ട്. നമ്മൾ 5 പേരില് നമ്മൾ 2 പേരേ ഉള്ളൂ. ചുമ്മാ നീ കൂട്ടിനെസ് കാണിക്കല്ലേ. കൂട്ടിനെസ് നമ്മൾ 2 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കാണിച്ചത്. ബസ് സ്റ്റോപ്പിൽ കുറെ ആൾക്കാരുണ്ട്. പറയാൻ സമ്മതിച്ചോ? അപ്പൊ മൈതാനുണ്ട്, സഫ ഉണ്ട്, പിങ്കി ഉണ്ട്. എന്ത് പറ എന്നെ തെറി വിളിക്കുന്നു. അവിടെ ഉണ്ട്, പിങ്കി ഉണ്ട്. പിങ്കി അവിടെ ഇറങ്ങിയെന്നാണ് തോന്നുന്നു. വിളിച്ചിട്ട് എടുക്കുന്നില്ല. സെലിബ്രിറ്റീസ് എല്ലാരും ഇങ്ങനെ നോക്കുമ്പോ ഹായ് ബൈ. നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവർ വിചാരിക്കും നമ്മൾക്ക് കൈ കാണിക്കുന്നവരെങ്കിലും നമ്മൾ ഇതാക്കണ്ടേ. ഓക്കെ ബൈ. നമ്മളെ വല്ലതും വിട്ടുപോയോ പറയാൻ? നിങ്ങൾ കമന്റ് ചെയ്യുക. വിശ്വാസം ബാഡ്ജൊക്കെ കാണിച്ചു കൊടുക്കാം. ഇതാണ് ഞാൻ ഇപ്പൊ ബാഡ്ജില്ലേ. ഇതാണ് ഞാൻ പണ്ട് ഞാൻ തടിച്ചായിരുന്ന സമയത്ത് ഞാനാണ് വലിയ സ്ലിപ്പൂട്ടി വന്നിരിക്കുന്നു. അല്ലേ, 65 കിലോ ഉള്ളപ്പോഴായിരുന്നു അല്ലേ? 67. നിന്റെയാണ് 10 മിനിറ്റ് എത്തിക്കുന്നത്. അല്ല 65. ബസ് വരുന്നു. ശബരിമല പോകുന്നു. അതിന്റെ പാട്ട് നിനക്ക് എന്തിടി? നമുക്ക് ഉറങ്ങാം. സത്യം പറയാം ഗൈസ്, ഞാൻ 3 മണിക്ക് അലാറം വെച്ചിട്ട് ഞാൻ 5 മണിക്ക് ഇവിടെ ആരും കറക്റ്റ് ടൈമിൽ എണീക്കാറില്ല. നമുക്ക് ഉറങ്ങണ്ടേ? ഇന്നലെ 12 മണിക്കാണ് ഉറങ്ങിയത്. 1 മണിയായി ഉറങ്ങി. പക്ഷെ മാറിപ്പോയി. സത്യമായിട്ട് 1 മണിയായി. അതാണ് 1 മണിയായി. അപ്പുറത്തിരുന്നാ മതിയായിരുന്നു. എന്തൊരു പാട്ടാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ചില കുട്ടികളെ സബ്സ്ക്രൈബേഴ്സ് പഠിക്കുകയാണ്. പഠിക്കുകയാണെന്ന് വിചാരം. ഓ അത് തന്നെ.
നീ ഇങ്ങോട്ട് അവിടെ വരില്ലേ? വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. വേറെ ഇങ്ങോട്ട് വാ. ചന്ദ്ര പറ്റിച്ചോണ്ടൊക്കെ വന്നേക്കാണ്. എക്സാം ആണ് നമുക്ക് ഇനി എക്സാം ഇല്ലാത്ത വലിയ പറയണം. ഒരു നോട്ട് പോലും ഇല്ലാതെ നമ്മളെല്ലാം പറഞ്ഞു. ഓ ഇനി പറയണമെന്നില്ല, നമ്മൾ പറഞ്ഞ്. പക്ഷെ എന്നാലും നമ്മൾ തളരൂല. നോട്ട് എനിക്കുണ്ട്, എനിക്ക് ബുക്കിലാണ്, പേപ്പറിലാണ്. മനസ്സിലാവില്ലല്ലേ? ചെറോട്ടൊക്കെ വിളിക്കുന്നു. നമ്മളിന്ന് ഫർസാടെ കൂടെയാണ് പോണത്. ഫർസായി സമയം വന്നില്ല. കോമ്പിനേഷൻ ഞാൻ അണ്ടൻ എങ്ങനെയെന്നറിയോ പഠിച്ചത്? അണ്ടൻ അണ്ടൻ അണ്ടൻ. നമുക്ക് അണ്ടൻ പഠിക്കാനുണ്ട്. നിങ്ങൾ വിചാരിക്കും വേറെ ഒരു ടൂൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് അലാരം അടിക്കുന്നതാണ്. അപ്പൊ ഞാൻ അത് ആലോചിച്ചിട്ട് അങ്ങനെ അടിക്കും. അണ്ടൻ കൈസൺ പിന്നെന്തിന് പോയി പഠിപ്പിയാണ്. ചോദിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞെ പഠിക്കാണോ? കേൾക്കുമ്പോ എനിക്കൊരു ഇത് പറഞ്ഞു, ഒരു ടിപ്പ് പറഞ്ഞു. അടുത്ത ചോദിക്കാൻ ഇങ്ങനെ അങ്ങനെയല്ല, ഇങ്ങനെ. അയ്യോ അങ്ങനെയല്ല. ഇങ്ങനെ ചോദിച്ചാല് അടുത്തത് ഇത് പറഞ്ഞു തരണ്ട. ഇങ്ങനെ ചോദിച്ചാൽ അത് അടുത്തത്, അതിന്റെ അടുത്തത് പറഞ്ഞാ ഓക്കെ. ഞാൻ ഇങ്ങനെ പറയുന്നൊന്നും മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് ഇതും പറയുന്നത്. ഇതാണ് കാണിച്ചിട് ഇങ്ങനെ 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 കാണിക്കൂ ഗൈസ്. ഇങ്ങനെ 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 കാണിക്കൂ ഗൈസ്. ഇങ്ങനെ 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 ഗൈസ്. ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിക്കൂ. ഇപ്പൊ പഠിക്കണില്ല, വേണം കേസോള് പഠിക്കാൻ പോയി. പേന വാങ്ങാൻ പോയി. എനിക്കും എനിക്ക് നീല കളർ കിട്ടുന്നു. എന്താണ് പണപ്പെട്ടിനകത്ത് നിന്ന് എടുക്കുന്നത്? പണ്ണ് അല്ല പിങ്കി പോണോ? ഒരു പേന എനിക്ക് ദാനം. നമ്മള് പാവങ്ങളും നമുക്ക് 3 രൂപയുടെ പേന, ഫർസാന 10 രൂപയുടെ പേന. ഓ മുടി കെട്ടി കഴിഞ്ഞു. ഇല്ല. നമ്മള് കോളേജിന്റെ വരാന്തയിലെത്തി. CHMM കോളേജ്. ഇനി എത്ര നാളുണ്ടെന്ന് തന്നെ അറിയാൻ വയ്യ. നമ്മള് മാത്രമേ വന്നുള്ള. നമ്മള് റിയ സാറ് പോണേ. റിയ സാറ് ഏതില് എവിടെയാണ് നമ്മൾ എക്സാം? അവിടെയാണ് ഗൈസ് നമ്മൾ എക്സാം എഴുതായിരിക്കും. അറിയാമോ എക്സാം അവിടെ വെച്ചായിരിക്കും. ഗൈസ് കിട്ടി ഗൈസ്. ഫർസാടിക്ക് വന്ന മുട്ടായി കിട്ടി ഗൈസ്. നമ്മളെല്ലാം കൈ കണ്ടോ? നമ്മള് എഴുതി കൈ മാത്രമേ കാണിക്കൂ. പേര് വെച്ച് എഴുതിയോണ്ടാണ് ഇങ്ങനെ വന്ന ഫർസാന ആദർശ 10 രൂപയുടെ പേന എഴുതിയോണ്ടാണ്. പക്ഷെ കയ്യിലൊന്നും ഇല്ല ഗൈസ്. 3 രൂപയുടെ പേര് കൊടുത്ത് വെച്ചിട്ട് 3 എനിക്കുണ്ട്. സൽമാ സാദിഖ് നിങ്ങൾക്കില്ലേ? സൽമാ സാദിഖ് ഇല്ലേ? പേനയുടെ മാനുഫാക്ചറിംഗ് ഒന്നും ഒട്ടും നല്ലതല്ല. അത് TPM വെച്ച് യൂസ് ചെയ്താലേ ഇനി എന്തെങ്കിലും പറ്റത്തുള്ളൂ. ഗൈസ് ഇത് കണ്ടോ? ഫർസാന ആദർശാണ് ഇക്ക ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേ. ഒന്നും പറയണ്ട. ഞാൻ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചേണ്. എനിക്കൊന്നും പോണ്ട, അത് അവക്കാണ് പോകേണ്ടത്. അത് സഫാക്ക് സഫ പോയി. കൈയൊക്കെ കാണിച്ചു. പേനയുടെ മാനുഫാക്ചറിംഗ് ഒന്നും ഇപ്പൊ ഒട്ടും ശരിയല്ല. നമ്മൾ ഒരു കമ്പനിക്കാരും TPM യൂസ് ചെയ്യണം. TPM യൂസ് ചെയ്താൽ പ്രോഡക്റ്റ് ഒക്കെ നല്ലതായിരിക്കത്തുള്ളൂ. ആസ് എ MBA സ്റ്റുഡന്റ് എനിക്ക് ഇത്രേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇനി വളർന്ന് വലുതായിട്ട് ഒരു പേന ഉണ്ടാക്കും. ഇപ്പൊ നമ്മുടെ മുഖത്തെല്ലാം പറയട്ടെ ഗൈസ്, എക്സാം എളുപ്പമായിരുന്നു, നല്ല എളുപ്പമായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. അതിന് എളുപ്പമല്ല, ഒരുപോലെ ഇരുന്ന് കേൾക്കുമ്പോ ഞാൻ ഇന്നലെ അപ്പഴേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു എളുപ്പമായിരുന്നു ഗൈസ്. എല്ലാം ലാസ്റ്റ് എല്ലാം എഴുതിയിട്ട് വന്നിട്ട് എടി കേൾക്കുമ്പോ നമ്മള് വിചാരിച്ച പോലെ വരത്തില്ല, പക്ഷെ വന്നു. ഗൈസ് എക്സാം എളുപ്പമായിരുന്നു. എന്തിനാണ് എല്ലാ എക്സാമിനേക്കാളും ഇത് കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇങ്ങനെയൊന്നും ചോദിക്കേണ്ടി വന്നില്ല. ഇങ്ങനെയൊന്നും ചോദിക്കേണ്ടി വന്നില്ല. ടീച്ചർ പാവമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കോപ്പി അടിക്കാനൊക്കെ പറ്റി. കുഴപ്പമില്ലായിരുന്നു. യൂണിവേഴ്സിറ്റിക്കാര് കേൾക്കണേയും തീർന്നു. അവരൊന്നും എന്റെ ബ്ലോഗ് കാണാറില്ല. എന്റെ പേപ്പർ നോക്കുന്ന മാമ, അല്ലെങ്കിൽ തന്നെ മാമ എന്റെ പേപ്പർ നോക്കുന്ന മാമ വല്ലതും സാറ് വല്ലതും കാണുന്ന അറിയാവോ? ഞാൻ പറയാം. അതൊക്കെ ഞാൻ ടൂർ ചെയ്തോളാം. ഗൈസ് അതൊന്നും വെളിപ്പെടുത്തുന്നതല്ല. ഓക്കെ. അപ്പം വട്ടി എക്സാം എഴുതിയ സന്തോഷത്തിൽ പിങ്കി ചാക്കറിന് വട്ടായതാണ്, വേറെ ഒന്നും.
നിങ്ങള് വിഷമിക്കണ്ട, നമുക്ക് അവളെ ഓക്കെ ആക്കി റെഡിയാക്കി എടുക്കാം. വട്ടാശുപത്രിയിലോട്ടാണ് പോണത്. അവള് പിങ്കിന്റെ ഗൈസ് അവളെ പണ്ടത്തെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് അവളെ പണ്ടത്തെ ഫോട്ടോ. പൂത്തുപോയി, പക്ഷെ കുറെ നാള് യൂസ് ചെയ്തതല്ലേ ഗൈസ്. കഴിക്കുന്നു യൂസ് ചെയ്തതാ. വേണമെങ്കിൽ ആസ് എ അക്കോർഡിംഗ് ടു റീപ്ലേസ്മെന്റ് തിയറി നമ്മള് ഒരു ഓർഗനൈസേഷനില് നമ്മള് ഫ്യൂ മെഷീൻസ് ഒക്കെ ഞാൻ ഓക്കെ. അപ്പൊ ഒരു സെൽഫി. ഇബ്രാഹിം ഓടിക്കളഞ്ഞു, അവൻ പേടിച്ച് ഓടിക്കളഞ്ഞു. നമ്മളെ ഞാൻ കടിച്ച പാടാണ്. എടുത്താലും ഇത് പോകുന്ന എനിക്ക് തോന്നണില്ല. ഞാൻ നന്ദിനിയാണ്. കുമ്മാട്ടിയല്ല, ചാമുണ്ടി. തുളഞ്ഞു കീറുന്ന ഗൈസ്, ഭയങ്കര വേദനയാണ്. തുളഞ്ഞു കേറാൻ ഞാൻ എന്തോന്ന് എലിയ. ഗൈസ് ഫർസായും സഫായും എന്താ വന്നു. ഫർസ ടോയ്ലറ്റിൽ പോയിരുന്നു. അയ്യോ അതൊന്നും നീ പോകൂലായിരുന്നു. സഫ ടോയ്ലറ്റിൽ പോയിട്ട് വന്നു. അപ്പൊ നമ്മളിനി നമുക്കിനി പോണം. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമുക്കിനി പഠിക്കണം. കാരണം നമുക്ക് നാളെ ഒരു ദിവസമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ നാളെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നാളെയും കൂടെ ഇരുന്ന് കട്ടപ്പടുത്തം പഠിക്കണം. ഒരു ദിവസമാണ് യൂണിവേഴ്സിറ്റിക്കാർ ഉള്ളൂ. യൂണിവേഴ്സിറ്റിക്കാർ തന്നെ അതുകൂടെ പറ. അതൊക്കെ പറയാനില്ല. നമ്മളിനി വീട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മൾ ഇതിവിടെ അല്ലേ നമ്മൾ ഇരുന്നത്. ഇതാണ് നമ്മൾ ഇരുന്ന ക്ലാസ്. ഏതല്ലേ നമ്മൾ ഇരുന്ന ക്ലാസ്? അതായിരുന്നു. Guys, we are waiting for സുഗുണണ്ണൻ. ഇത് നമ്മുടെ സ്ഥിരം ആള് സഹറ. ഇവിടെ ഒരു പതിമാനക്കാരി അല്ല. സുഗുണണ്ണൻ വന്നില്ല. എന്നിട്ട് നീ മിണ്ടല്ലേ? ഞാൻ പറഞ്ഞിട്ടാണ്, പിങ്കി പറഞ്ഞിട്ടാണ് രാജാനെ കെൽവി പറഞ്ഞത്. അല്ലാ എന്റെ സ്വഭാവത്തിനൊക്കെ കിട്ടിയ നമ്മള് വഴി കൂടെ പോണ എല്ലാവർക്കും അയ്യോ എല്ലാവർക്കും അല്ല, കോളേജിലെ പിള്ളേർക്ക് വരുന്നു. കോളേജിലെ ഒരു യൂണിഫോം വരുന്നത്. നമ്മള് മുഖം കാണിക്കാതെ ടാറ്റ പറയണം. ചെറുക്കം നിന്ന് അവളാ ചെറുക്കൻ ടാറ്റ ഫർസാടെ ഐഷാത്താടെ വീട്ടിൽ വന്നേക്കാണ്. ഇവിടെ കല്യാണ ഒരുക്കങ്ങളായോണ്ട് കിളക്കുന്നു. ഞാൻ പോയി കിളക്കട്ടാ. ഓ ചെല്ലി പോടിപ്പോ അങ്ങോട്ട് JCB എടുക്കട്ടെ. കൊള്ളാം. അയ്യോ എന്റെ അടുത്ത് വരുന്ന എന്താണ് നീ ഒരു മൗനം? JCB കാണുമ്പോ അതിനകത്ത് കയറി കിടക്കാനില്ല. എടി ഇങ്ങനെ ഗായ്സ് സംഭവമാണ്. എല്ലാരെയും പറ്റിക്കണം. എനിക്ക് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞ എവിടെ നോക്കട്ടാ സ്നാപ്പ്. വലിയ കള്ള സ്നാപ്പ്. ഗൈസ് നമ്മള് ബസ് കാത്ത് അലയാണ് ഗൈസ്. പോലും നമ്മളെ മുന്നിൽ കൂടെ വരുന്നത് ഒരു അപ്പൂപ്പനെ ഇവിടെ ടാറ്റ കാണിച്ച്. നമ്മളെ ബസ് സ്റ്റോപ്പിലോട്ട് അലയാണ് ഗൈസ്. ഈ വെയിലത്ത് എന്ത് ചെയ്യാൻ, ഭയങ്കര വെയില് ഇല്ലേ, ചൂടാണ് ഗൈസ് ഫുള്ള്. എന്ത് പറ്റി? ആരെങ്കിലും കണ്ട? ഏതോ ചെറുക്കനെ കണ്ടെന്ന് തോന്നുന്നു. ഇവരെന്താണ് ഇങ്ങനെ പയ്യെ വരുന്നത്? ആരെയോ കണ്ടല്ലേ നീ? ആരെ കണ്ടത് പറ. അങ്ങുന്നേ ഈ സൗണ്ട് കേട്ടിട്ട് നോക്കിയതാണ്. ആര് ചെറുക്കം കൊള്ളും. പാവം. നമ്മൾ ബസ്സിൽ കയറി പോയിട്ട് വീട്ടിൽ പോട്ടെ ഗൈസ്. നമ്മൾ സാരംഗി ടൂൾസിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്ക് ആരും സഹായമായിട്ട് വല്ല പിച്ചക്കാരും എല്ലാം വന്നിട്ട് ഒരു കൊടുക്ക. വല്ല പിച്ചക്കാരികളും പിച്ചക്കാരിയാണോ? പിച്ചക്കാരിയല്ല, വേണ്ട ഇത് ഇങ്ങോട്ട് പോയി. അത് വേണ്ട, ഇത് മതി. ഗൈസ് നമ്മൾ
കർത്താടെ ഇക്ക കൊണ്ടുവന്ന മുട്ടായി ഇങ്ങനെ അത് അലിഞ്ഞു പോയി. ഇപ്പൊ നടേറെ എത്തി നമ്മള്. എനിക്ക് കിക്കാറ്റ് എന്റെ രാവിലത്തെ കിക്കാറ്റ് തിന്നായിരുന്നു. ഞാൻ എന്റെ കുറച്ച് മുട്ടായി ആന്റിക്ക് കൊടുത്തായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഒരു ബേബിയെ കണ്ട് നല്ലൊരു ബേബി കൊടുത്ത് നല്ല കൊച്ചായിരുന്നല്ലേ. നല്ലൊരു കൊച്ചായിരുന്നു. ഒരു അലിഞ്ഞു പോയി ഗൈസ്. പക്ഷെ സൂപ്പർ ടേസ്റ്റ്. അലിഞ്ഞപ്പോഴാണ് ടേസ്റ്റ് കൂടിയത്. ആടിക്കണ്ണ സ്വന്തമേ. ഗൈസ് അപ്പൊ നമ്മള് വീടെത്തി. ഇവളെ വീട്ടിൽ പോണ്, ഞാൻ എന്റെ വീട്ടിൽ പോണു. വിശക്കുന്ന ഗൈസിന് വീട്ടിൽ പോയിട്ട് വേണം. വയറ്റില് തന്തയില്ല ഉമ്മാനെയും വാപ്പാനെയൊക്കെ വിളിക്കുന്നു. വിശക്കുന്നു ആരുമില്ല. അപ്പൊ ഗൈസ് നമ്മൾ വീട്ടിൽ പോയി വല്ലതും കഴിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ ബൈ. ബൈ.